ലോകത്തിലെ ഏറ്റവും അപകടകരമായ ടോപ്പ് 10 ജോലികൾ. എല്ലാ ജോലികൾക്കും അതിന്റേതായ ബുദ്ധിമുട്ടുണ്ടല്ലേ? ഒരു തെറ്റായ നീക്കം പോലും നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തുമെന്ന് അറിഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ജോലിയിലേക്ക് നടക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. തീ, സ്ഫോടനങ്ങൾ, ആഴമേറിയ സമുദ്രം എന്നിവിടങ്ങളിലൊക്കെ പോലും അപകടമാണെന്ന് അറിഞ്ഞിട്ടും ഒട്ടേറെ ആളുകളാണ് ഉപജീവനത്തിനായി ജോലി ചെയ്യുന്നത്. ഇന്ന് നമുക്ക് അത്തരം ചില ജോലികളിലൂടെ ഒന്ന് കടന്നുപോയാലോ? വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് ലോകത്തിലെ ഏറ്റവും അപകടകരമായ ടോപ്പ് 10 ജോലികൾ ഏതൊക്കെയെന്ന് നോക്കാം. 10ാം സ്ഥാനത്തുള്ള ജോലി നോക്കാം. മരങ്ങൾ മുറിക്കുന്നത് ലളിതമാണെന്ന് തോന്നുന്നു അല്ലേ? എന്നാൽ ഒരു മരത്തിന് ആയിരക്കണക്കിന് കിലോ ഭാരം വരും. അതൊരു തെറ്റായ രീതിയിൽ വീണാൽ വലിയ വിപത്തുണ്ടായേക്കാം. മരം വെട്ടുകാർ വിദൂര വനങ്ങളിലും അങ്ങേയറ്റത്തെ കാലാവസ്ഥയിലും അപകടകരമായ ഉയരങ്ങളിലും മറ്റും കനത്ത ചെയിൻസോകളും യന്ത്രങ്ങളും ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവരാണ്. സുരക്ഷാ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നിട്ടും അപകടങ്ങൾ പലപ്പോഴും സംഭവിക്കാറുമുണ്ട്. ഇത് ഈ ജോലിയെ ഏറ്റവും മാരകമായ ഒന്നാക്കി മാറ്റുന്നു. പരിചയസമ്പന്നരായ തൊഴിലാളികൾക്ക് പോലും അപ്രതീക്ഷിതമായി മരങ്ങൾ വീഴുന്നതിൽ നിന്നും തകരാറുള്ള ഉപകരണങ്ങളിൽ നിന്നുമൊക്കെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന പരിക്കുകൾ ഉണ്ടാവുന്നുണ്ട്. 9ാം സ്ഥാനത്തുള്ളത് മത്സ്യത്തൊഴിലാളികളാണ്. സമുദ്രം വളരെ പ്രവചനാതീതമാണ്. ഒരു നിമിഷം അത് ശാന്തമാണെങ്കിൽ അടുത്ത നിമിഷം ഉയർന്ന തിരമാലകൾ കൊണ്ട് അപകടങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് അത് എത്തപ്പെടും. ആഴക്കടൽ മത്സ്യത്തൊഴിലാളികൾ അക്രമാസക്തമായ കൊടുങ്കാറ്റുകളോടും തണുത്തുറഞ്ഞ വെള്ളത്തോടും ഒക്കെ പൊരുതുന്നവരാണ്. എന്നിരുന്നാലും ഈ കഷ്ടപ്പാടുകളൊക്കെ തരണം ചെയ്ത് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായി അവർ ഈ തൊഴിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 8ാം സ്ഥാനത്തുള്ളത് മൈനിങ് വർക്കേഴ്സ് ആണ്. വെളിച്ചമോ വായുവോ രക്ഷപ്പെടാനുള്ള വഴിയോ ഇല്ലാതെ നൂറുകണക്കിന് മീറ്റർ ഭൂമിക്കടിയിൽ വരെയാണ് അവരുടെ തൊഴിൽ മേഖല. മാരകമായ വാതക ചോർച്ചകൾ, സ്ഫോടനങ്ങൾ എന്നിവയിലേക്ക് ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ ജോലികളിൽ ഒന്നായി മാറുന്നു. 2010 ചിലിയിൽ 33 ഖനിത്തൊഴിലാളികൾ 69 ദിവസം മണ്ണിനടിയിൽ കുടുങ്ങിയിരുന്നു. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉണ്ടായിരുന്നിട്ടും ഖനന ദുരന്തങ്ങൾ ഇപ്പോഴും എല്ലാ വർഷവും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ജീവൻ അപഹരിക്കുന്നുണ്ട്. 7ാം സ്ഥാനത്തുള്ള ജോലി നോക്കാം. അമ്പരചുംബികളായ കെട്ടിടങ്ങളിൽ നിന്ന് തൂങ്ങിക്കിടക്കുകയും നൂറുകണക്കിന് അടി ഉയരത്തിലുള്ള ഗ്ലാസ് വൃത്തിയാക്കുന്നതുമായ ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആധുനിക സുരക്ഷാ നടപടികൾ ഉണ്ടായിരുന്നിട്ടും ഈ ജോലിക്കിടയിൽ അപകടങ്ങൾ ഇപ്പോഴും സംഭവിക്കുന്നുണ്ട്. അത്തരം ഉയരങ്ങളിലെ കാറ്റ് പ്രവചനാതീതമാണ്. അതുകൊണ്ട് തന്നെ ഈ ജോലി കൂടുതൽ അപകടകരമാവുന്നു. 6ാം സ്ഥാനത്തുള്ളത് ബോംബ് നിർവീര്യമാക്കുന്ന തൊഴിലാണ്. റോബോട്ടിക് സഹായം ഉണ്ടെങ്കിൽ പോലും ചില ബോംബുകൾ കൈകൊണ്ട് നിർവീര്യമാക്കണം. ഒരു ചെറിയ തെറ്റിനു പോലും കാര്യങ്ങളെ മാറ്റിമറിക്കാൻ പറ്റും. എന്നിരുന്നാലും അവർ നിർഭയമായി സേവനം തുടരുന്നു. 5ാം സ്ഥാനത്തുള്ളത് ഓയിൽ റിഗ് തൊഴിലുകളാണ്. ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട വിഭവങ്ങളിൽ ഒന്നിനായി ഡ്രില്ലിംഗ് നടത്തുന്ന സമുദ്രത്തിന്റെ നടുവിലുള്ള പൊങ്ങിക്കിടക്കുന്ന നഗരങ്ങളാണ് ഓയിൽ റിഗുകൾ. എന്നാൽ അവ ഭൂമിയിലെ ഏറ്റവും അപകടകരമായ ജോലിസ്ഥലങ്ങളിൽ ഒന്നാണ്. വാതക ചോർച്ചകൾ വലിയ സ്ഫോടനങ്ങൾക്ക് കാരണമാകും. ഒരിക്കൽ തീ പടർന്നാൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് വളരെ പ്രയാസമേറിയ കാര്യമാണ്. ഇവിടുത്തെ തൊഴിലാളികൾ കടൽ കൊടുങ്കാറ്റുകൾ, കനത്ത യന്ത്ര അപകടങ്ങൾ, ഒറ്റപ്പെടൽ എന്നിവ നേരിടുന്നു. 4ാം സ്ഥാനത്തുള്ളത് പവർ ലൈൻ തൊഴിലാളികളാണ്. ആയിരക്കണക്കിന് വോൾട്ട് വഹിക്കുന്ന വൈദ്യുതി ലൈനുകൾ ശരിയാക്കിക്കൊണ്ട് നൂറുകണക്കിന് അടി ഉയരത്തിൽ ജോലി ചെയ്യുന്നത് സങ്കല്പിച്ചു നോക്കൂ. ഒരു തെറ്റായ നീക്കം പോലും തൽക്ഷണമായി വൈദ്യുതാഘാതം ഉണ്ടാക്കും. ഈ തൊഴിലാളികൾ അപകടകരമായ ഉയരങ്ങളിൽ കയറുന്നവരാണ്. പലപ്പോഴും കഠിനമായ കാലാവസ്ഥയിലും ശക്തമായ കാറ്റിനോടും വഴുക്കുന്ന തൂണുകളോടും അവർ പോരാടുന്നു. ഒരു മിന്നൽ പോലും മാരകമായ അപകടമുണ്ടാക്കിയേക്കാം. വൈദ്യുതി ലൈൻ തകരാറുകൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അങ്ങനെയുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ഇവർ പ്രവർത്തിക്കുന്നു. 3ാം സ്ഥാനത്തുള്ളത് സ്റ്റണ്ട് പെർഫോമേഴ്സ് ആണ്. ആക്ഷൻ സിനിമകളൊക്കെ തന്നെ വളരെ ആവേശകരമാണല്ലേ? എന്നാൽ ഓരോ തീവ്രമായ സ്റ്റണ്ടിനു പിന്നിലും ഒരാൾ തന്റെ ജീവൻ പണയപ്പെടുത്തുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? കെട്ടിടങ്ങളിൽ നിന്ന് ചാടുന്നത് മുതൽ കാറുകൾ ഇടിക്കുന്നത് വരെ സ്റ്റണ്ട് പെർഫോമേഴ്സ് ചെയ്യുകയും അതുമൂലം പൊട്ടലും പൊള്ളലും ഉൾപ്പെടെ മരണങ്ങൾ പോലും സംഭവിക്കുന്നുമുണ്ട്. സുരക്ഷാ നടപടികൾ ഉണ്ടായിരുന്നിട്ടും ഈ മേഖലയിൽ അപകടങ്ങൾ സാധാരണമാണ്. ഒരു ചെറിയ തെറ്റായ കണക്കുകൂട്ടൽ പോലും ഒരു ലളിതമായ സ്റ്റണ്ടിനെ ഒരു ദുരന്തമാക്കി മാറ്റിയേക്കാം. 2ാം സ്ഥാനത്തുള്ളത് ഫയർഫോഴ്സ് ജോലിയാണ്. അഗ്നിശമന സേനാംഗങ്ങൾ കടുത്ത ചൂടും തകർന്നു വീഴുന്ന കെട്ടിടങ്ങളും വിഷപുകയുമെല്ലാം നേരിടുന്നവരാണ്. മികച്ച പരിശീലനം ലഭിച്ചവരാണെങ്കിൽ പോലും പലർക്കും പല അവസരങ്ങളിലും പൊള്ളലേൽക്കുകയും മാരകമായ പരുക്കുകളും സംഭവിക്കുന്നുണ്ട്. എന്നാൽ മറ്റുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാം പണയപ്പെടുത്തി അവർ ധീരതയോടെ പുറപ്പെടുന്നു. 1ാം സ്ഥാനത്തുള്ള ഏറ്റവും അപകടകരമായ തൊഴിലാണ് അണ്ടർ വാട്ടർ വെൽഡർമാരുടേത്.
സമുദ്രത്തിനടിയിൽ ആഴത്തിൽ പ്രവർത്തിക്കുന്ന അണ്ടർ വാട്ടർ വെൽഡർമാർ അങ്ങേയറ്റത്തെ ജലസമ്മർദ്ദം, വൈദ്യുതാഘാതത്തിന്റെ നിരന്തരമായ ഭീഷണി എന്നിവ നേരിടുന്നവരാണ്. അപകടകരമായ സമുദ്ര പ്രവാഹങ്ങളുമായി പൊരുതിയാണ് അവർ പൈപ്പ് ലൈനുകളും കപ്പൽ ഹല്ലുകളും നന്നാക്കുന്നത്. ഒരു തെറ്റായ നീക്കം പോലും ഒരു സ്ഫോടനത്തിന് കാരണമാകാം, അല്ലെങ്കിൽ ഡീകംപ്രഷൻ രോഗത്തിന് കാരണമാവുകയും ഇത് പക്ഷാഘാതത്തിലേക്കോ മരണത്തിലേക്കോ നയിക്കുകയും ചെയ്യാം. അപകട സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും ഇതിനുള്ള ഉയർന്ന ശമ്പളം അക്ഷരാർത്ഥത്തിൽ ഒരു സാഹസിക യാത്രയ്ക്ക് തയ്യാറുള്ളവരെ ആകർഷിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും അപകടകരമായ ടോപ്പ് 10 ജോലികൾ. ഈ ആളുകളൊക്കെ തന്നെ എല്ലാ ദിവസവും അവരുടെ ജീവൻ പണയപ്പെടുത്തിയാണ് കഠിനാധ്വാനം ചെയ്യുന്നത്. ഇതിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച ജോലി ഏതാണെന്ന് കമന്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യൂ. ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.